ഹലോ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ അരിത്തമെറ്റിക് സീരീസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് സീരീസിന്റെ ഒരു പുതിയ ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ എസ് ബി ഐ ക്ലർക്കിന്റെ പ്രിലിംസ് എല്ലാവരും വളരെ നല്ലൊരു അറ്റംപ്റ്റോട് കൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ മുൻപിലുള്ള അടുത്ത കടമ്പ അല്ലെങ്കിൽ അടുത്ത എക്സാം ഏതാ നിങ്ങൾ പറഞ്ഞേ? IBPS ക്ലർക്ക് എക്സാം അല്ലേ? ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാം. അപ്പൊ എന്നാ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാ? നാളെ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഏതൊക്കെ ദിവസങ്ങളിലാ അതുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. 4th, 5th and 11th ഒക്ടോബറിനാണ് നമ്മുടെ IBPS ക്ലർക്ക് പ്രിലിംസിന്റെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ഒരു 4 മോക്ക് ടെസ്റ്റ് ഒക്കെ വെച്ച് എഴുതുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ആക്ച്വൽ എക്സാമിന് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അത് ടഫ് ആയിക്കോട്ടെ, മീഡിയം ടഫ് ആണെങ്കിലും ഈസി ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് വന്നാലും അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിന്റെ കറക്റ്റ് ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ വിശ്വാസമുണ്ട്. അപ്പൊ എല്ലാം പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുക, നല്ലപോലെ ഉറങ്ങുക. ഒരു 7 മണി വരെ മതിയുടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്നത്തെ ദിവസം. അതിനുശേഷം നല്ലപോലെ ഉറങ്ങുക. ആ ഉറക്കക്ഷീണം മാറ്റിയിട്ട് നാളെ നല്ലപോലെ എക്സാമിന് എഴുതിയിട്ട് വാ. നല്ലൊരു അറ്റംപ്റ്റ് ഉണ്ടാവട്ടെ. അപ്പൊ അതിന്റെ എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ നല്ലപോലെ എക്സാം എഴുതിയിട്ട് വരണം. ഓക്കെ ആണല്ലോ? അപ്പൊ അതിന്റെ കമന്റ് ഒക്കെ എനിക്ക് പറയണം, എത്രത്തോളം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, എക്സാം എങ്ങനെ ഉണ്ടെന്നൊക്കെ എന്നോട് ഷെയർ ചെയ്യണം. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് മെൻസുറേഷൻ ടോപ്പിക്കിന്റെ റിവിഷനുമായിട്ടാണ്. നമുക്ക് മെൻസുറേഷൻ ഇനി അങ്ങോട്ടുള്ള RRB ക്ലർക്ക്, RRB PO മെയിൻസ് എക്സാമുകൾക്കും, അതായത് SBI ക്ലർക്കിന്റെ IBPS ക്ലർക്കിന്റെ മെയിൻസ് എക്സാമിനൊക്കെ ആവശ്യമില്ലേ? അപ്പൊ അതിന്റെ ഒരു കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പ്രോപ്പർ കൺസെപ്റ്റ് ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മെൻസുറേഷന്റെ 3D ഫിഗേഴ്സിന്റെ ക്ലാസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ ഇല്ലേ, വോളിയം, സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, ഇതിന്റെ എല്ലാം കംപ്ലീറ്റ് ഇക്വേഷൻസും അതിന്റെയൊക്കെ പ്രോപ്പർ റിവിഷൻ, പ്രോപ്പർ ക്വസ്റ്റ്യൻസ്, നല്ല അടിപൊളി ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ റിവിഷൻ പോലെ യൂട്ടിലൈസ് ചെയ്യാം. നാളെ എക്സാം ഉള്ള ആൾക്കാർ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നാളെ ഈ മെൻസുറേഷൻ നല്ലപോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നമ്മുടെ മെൻസുറേഷന്റെ 3Dയുടെ ഫസ്റ്റ് ഫിഗർ ഏതാ? സിലിണ്ടർ അല്ലേ? നമ്മൾ എല്ലാത്തിനും ഒരു ഐക്കൺ ഉണ്ടാവുമല്ലോ. അപ്പൊ ഏതായിരിക്കും? സിലിണ്ടർ ആയിരിക്കും. നമ്മൾ എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന സിലിണ്ടറിൽ നിന്നായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് 2 ഫിഗേഴ്സിനെ മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ മെൽറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അതൊക്കെ ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരാം. അപ്പൊ നമുക്ക് ആദ്യം സിലിണ്ടറിനെ പറ്റി കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോ. അപ്പൊ ഇതാണ് നമ്മുടെ സിലിണ്ടറിന്റെ ഫിഗർ അല്ലെ? നമുക്കറിയാലോ, നമ്മുടെ സിലിണ്ടറിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതിന് 2 ബേസ് ഉണ്ടായിരിക്കും അല്ലെ? ഇവിടെ സർക്കുലർ ഷേപ്പ് അല്ലേ? അപ്പൊ 2 സർക്കുലർ ഷേപ്പ് ഉണ്ടായിരിക്കും. നമുക്കറിയാം സർക്കിളിന്റെ റേഡിയസിനെ നമ്മൾ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും? R കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ഇവിടുത്തെ ബേസ് ഏരിയ എത്ര? ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിന്റെ ബേസ്. അപ്പൊ ബേസ് ഏരിയ എത്ര ആയിരിക്കും? സർക്കിളിന്റെ ഏരിയ എത്ര? πr² അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ബേസ് ഏരിയ എത്ര ആയിരിക്കും? ടോട്ടൽ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബേസ് ഏരിയ ഞാൻ എന്തിനാ പറഞ്ഞത്? കാര്യം എന്താ? ഇവിടെ 2 ബേസ് ഇല്ലേ? ഇവിടെ ഒരു ടോപ്പിൽ ഒരു സർക്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അതുപോലെ ബോട്ടത്തിലും ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? 2 പേരും സെയിം സർക്കിൾ അല്ലേ? ഏരിയ സെയിം അല്ലേ? അപ്പൊ ടോട്ടൽ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ എത്ര വരും? 2πr² എന്ന് വരും. അപ്പൊ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ സിലിണ്ടറിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? അതിന്റെ ഇക്വേഷൻ എന്താ? πr² ആയിരിക്കും നമ്മുടെ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ എന്റെ കൂടെ പറയണം, എന്റെ കൂടെ റിവിഷൻ ചെയ്യണം. എന്തായിരിക്കും? πr² ആയിരിക്കും. അതിൽ h എന്താ? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടില്ലേ? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? h കൊണ്ടായിരിക്കും. r എന്താ? റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ആയിരിക്കും. സോ വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? πr² ആയിരിക്കും. അടുത്ത ഒരു പുതിയ ടൈമാണ് കർവ്ഡ് സർഫസ് ഏരിയ. ഇതിപ്പോ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ എന്താ കർവ്ഡ് സർഫസ് ഏരിയ? ഞാൻ ഈ ബീക്കറിന് ഞാൻ എന്റെ കയ്യിലെടുത്തു. അപ്പൊ ബീക്കറിന് ഈ ഒരു ഏരിയ ഇല്ലേ, ഈ ഒരു പ്രതലം ഇല്ലേ, അതിന്റെ ഏരിയയാണ് നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞത് അല്ലെ? പ്രതലം, സർഫസ്, അതിന്റെ ഏരിയ പറഞ്ഞവരാണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു പാർട്ട് അല്ലെ, ഈ ഒരു ഏരിയ. അങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിൽ കവർ ചെയ്ത് വരുമ്പോൾ, അപ്പൊ അതിന്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 2πrh ആയിരിക്കും കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ. എന്റെ കൂടെ പറഞ്ഞേ, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എന്താ? 2πrh. ഇനി അടുത്തതാണ് ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ ഈ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ജനറൽ ഫോർമുല ഇത്രയേ ഉള്ളൂ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ ഈ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല, എന്താ? 2πr² പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ എത്ര? 2πrh അല്ലേ? ആണല്ലോ. ഇവിടെ രണ്ടിടത്ത് എന്തുണ്ട്? 2πr കോമൺ അല്ലേ? അപ്പൊ നമുക്ക് ആ 2πr കോമൺ എടുക്കാം. ബാക്കി എന്തുണ്ട്? r plus h ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എത്ര കിട്ടി?
2πr into r plus h എന്ന് കിട്ടി. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ എന്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. വോളിയം ഓഫ് ദ സിലിണ്ടർ πr square h, curved surface area of the cylinder 2πr h, and total surface area of the cylinder 2πr into r plus h. പഠിച്ചില്ലേ? ഇനി എക്സ്ട്രാ എന്തെങ്കിലും എഫേർട്ട് എടുത്ത ആവശ്യമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പം സിലിണ്ടർ കംപ്ലീറ്റ് ആക്കിയില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഫിഗറിലോട്ട് പോകാം. ആരാണ് അവൻ? നിങ്ങൾ പറഞ്ഞേ, കോൺ ആയിരിക്കും അവൻ, അല്ലെ? കോൺ, നമ്മുടെ കോൺ ഐസ്ക്രീം ഒക്കെ ഓർമ്മയില്ലേ? അതെ, അവൻ തന്നെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ കോണിന്റെ ഫിഗർ. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ കോണിന്റെ ബേസ് എന്തായിരിക്കും? സർക്കുലർ ഇൻ ഷേപ്പ് അല്ലേ, അല്ലെങ്കിൽ ഒരു സർക്കുലർ ബേസ് അല്ലേ? അപ്പൊ അവിടെ അവനൊരു ഒരു റേഡിയസ് കാണത്തില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു ലൈൻ ഇവരെ യോജിപ്പിച്ചാൽ, അല്ലെ, മീറ്റ് ചെയ്യിപ്പിച്ചാൽ ആ ഒരു ലെങ്തിനെ നമ്മൾ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം? ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ നമുക്ക് ഒരു ലെങ്ത് ഇല്ലേ? അതിനെ നമ്മൾ പറഞ്ഞ പേരാണ് സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയും. എന്ത് ഹൈറ്റാ? സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയും. സോ ആ ഒരു സ്ലാന്റ് ഹൈറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു പെർപെൻഡിക്കുലർ ട്രയാങ്കിൾ കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ പറയണം, പെർപെൻഡിക്കുലർ ട്രയാങ്കിൾ എന്ന് കേട്ടാൽ നമ്മൾ ഓർക്കണം എന്തായിരിക്കും? ഹൈപ്പോട്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് പെർപെൻഡിക്കുലറിന്റെ സ്ക്വയർ. എത്ര? ഇവിടെ ഹൈറ്റ് അല്ലേ? ഹൈറ്റിന്റെ സ്ക്വയർ പ്ലസ് ബേസിന്റെ സ്ക്വയർ. ഇവിടെ ബേസ് ആരാ? റേഡിയസിന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തില്ലേ? എന്റെ കൂടെ പറഞ്ഞേ, സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് ഹൈറ്റിന്റെ സ്ക്വയർ പ്ലസ് റേഡിയസിന്റെ സ്ക്വയർ. ഇതിനെ എന്ത് ചെയ്യണം? പെട്ടിയിലാക്കി ആണി അടിച്ച് വെക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് നോട്ടാക്കി 2-3 കളറിലൊക്കെ നിങ്ങൾ നോട്ടാക്കി വെക്കുക. അപ്പൊ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? L ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈറ്റിന്റെ സ്ക്വയർ h സ്ക്വയർ പ്ലസ് റേഡിയസിന്റെ സ്ക്വയർ. പഠിച്ചില്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻസിലോട്ട് കടക്കാം. അപ്പൊ വോളിയം ഓഫ് ദ കോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞേ, 1/3 πr square h. വോളിയം ഓഫ് ദ കോൺ എന്താ? 1/3 πr square h. ഇനി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ എന്താ? പറഞ്ഞേ, πrl. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ എന്താ? πrl. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ എത്ര? πrl അല്ലേ കർവ്ഡ് സർഫസ് ഏരിയ? ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ πr സ്ക്വയർ അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു πr കോമൺ എടുത്താൽ ബാക്കി എന്ത് വരും? L plus R എന്ന് വരും. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ കോൺ എന്താ? πr into L plus R. ഇനി സ്ലാന്റ് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? എന്താ? L എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് ഹൈറ്റിന്റെ സ്ക്വയർ പ്ലസ് റേഡിയസിന്റെ സ്ക്വയർ. അപ്പൊ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വേഗം ഒന്ന് റിവിഷൻ ചെയ്യാം. വോളിയം ഓഫ് ദ കോൺ 1/3 πr square h. ഇനി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? πrl ആയിരിക്കും. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ π into r plus π into r into r plus L ആയിരിക്കും, അല്ലെ? L plus R അല്ലെങ്കിൽ R plus L ആയിരിക്കും. ഇനി സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? L ഈക്വൽ റൂട്ട് ഓഫ് ഹൈറ്റിന്റെ സ്ക്വയർ പ്ലസ് റേഡിയസിന്റെ സ്ക്വയർ. അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയില്ലേ? ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചില്ലേ? സോ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഫിഗറിലോട്ട് പോകാം. അടുത്ത അടുത്ത ഫിഗർ ഏതാ? സ്പിയർ ആയിരിക്കും നമ്മുടെ അടുത്ത ഫിഗർ എന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് സ്പിയർ കണ്ടപ്പോൾ മനസ്സിലായി, നമ്മുടെ ക്രിക്കറ്റ് ബോൾ അല്ലെങ്കിൽ നമ്മുടെ ഗോളം, അല്ലെ, ഗ്ലോബ്, ഇതൊക്കെ നമ്മുടെ സ്പിയറിന്റെ ഒരു എക്സാമ്പിൾസ് ആയിരിക്കും. അപ്പൊ ഈ സ്പിയർ നമ്മൾ ഹാഫ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താ കിട്ടുന്നത്? ഒരു സർക്കുലർ ഇൻ ഷേപ്പ് ആയിട്ടുള്ള ഒരു പ്രതലമല്ലേ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സർഫസ് അല്ലേ കിട്ടുന്നത്? അതിനെന്തുണ്ട്? ഒരു റേഡിയസ് ഉണ്ട്, അല്ലെ? R എന്ന് പറഞ്ഞ ഒരു റേഡിയസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊന്നും ഡൗട്ട് ഇല്ല. സോ നമുക്ക് നേരെ ഇക്വേഷൻസിലോട്ട് പോകാം. വോളിയം ഓഫ് ദ കോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/3 πr ക്യൂബ് ആയിരിക്കും. സോറി, വോളിയം ഓഫ് ദ കോൺ അല്ല, വോളിയം ഓഫ് ദ സ്പിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/3 πr ക്യൂബ്. ആൻഡ് സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ എന്തായിരിക്കും? 4 πr സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് സ്പിയറിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ എന്നോട് പറഞ്ഞേ, വോളിയം ഓഫ് ദ സ്പിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/3 πr ക്യൂബ് ആയിരിക്കും. സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ എന്തായിരിക്കും? 4 πr സ്ക്വയർ ആയിരിക്കും. അപ്പൊ അത് പഠിച്ചില്ലേ? നമ്മൾ 3 ഫിഗേഴ്സിന്റെ കാര്യങ്ങൾ പഠിച്ചില്ലേ? സോ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഫിഗറിലോട്ട് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ്, നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഫിഗേഴ്സ് മാത്രമേ ഞാൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് നമ്മുടെ കൊണ്ടുവന്നിരിക്കുന്ന ആരാ? ക്യൂബ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം ക്യൂബിന്റെ എല്ലാ സൈഡും അല്ലെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതും എ ആയിരിക്കും, ഈ ഒരു സൈഡും എ ആയിരിക്കും, ആൻഡ് ഈ ഒരു സൈഡും എ ആയിരിക്കും, അതുപോലെ തന്നെ ഇവരും എ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ വോളിയം ഓഫ് ദ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? എ ക്യൂബ് ആയിരിക്കും. വോളിയം ഓഫ് ദ ക്യൂബ് നമുക്കറിയാം. ക്യൂബോർഡിന്റെ വോളിയം എത്ര? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ക്യൂബോർഡിന്റെ പ്രത്യേകത എന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതല്ലേ? ലെങ്ത് മീൻസ് അവരുടെ സൈഡുകൾ ഈക്വൽ ആണോ? ഒരിക്കലും അല്ല. പക്ഷെ ഇവിടെ സൈഡുകൾ ഈക്വൽ ആകുമ്പോൾ ലെങ്തും എ അല്ലേ, ബ്രെഡ്ത്തും എ അല്ലേ, ആൻഡ് ഹൈറ്റും എ അല്ലേ? അപ്പൊ എന്തോന്നു? എ ക്യൂബ് എന്ന് വന്നു. അപ്പൊ വോളിയം ഓഫ് ദ വോളിയം ഓഫ് ദ ക്യൂബ് എന്താ? എ ക്യൂബ് എന്ന് കിട്ടി. ഇനി എന്താ ലാറ്ററൽ സർഫസ് ഏരിയ? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബ്, നമ്മുടെ
ഇതില്ലേ റുബിക്സ് ക്യൂബ് എടുക്കത്തില്ലേ, അതിന്റെ സൈഡില്ലേ 4 സൈഡില്ലേ ഏതൊക്കെയാ? ഇതാ ഒരു സൈഡ് ഇതാ ഇത് വരും, അടുത്ത സൈഡ് ഇതാ ഈ ഒരു സൈഡ്, നമ്മുടെ സൈഡുകൾ എന്താ അതിന് പറഞ്ഞ എന്താ ലാറ്ററൽ സർഫസ് എന്ന് പറയാം അല്ലെ, നമ്മുടെ സൈഡുകളിൽ കാണുന്ന ഫേസുകൾ. അപ്പൊ അവരെയാണ് നമ്മൾ ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നത്. അവരുടെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞ എന്തായിരിക്കും? 4a² ആയിരിക്കും. നമുക്കറിയാം ഒരു സർഫസിന്റെ ഏരിയ എന്തായിരിക്കും? അവനൊരു സ്ക്വയർ അല്ലേ, സ്ക്വയറിന്റെ ഏരിയ എന്താ? a² അല്ലേ. അങ്ങനെ 4 ലാറ്ററൽ സർഫസ് അല്ലേ ഉള്ളത്. സോ അവരുടെ ഏരിയ എന്തായിരിക്കും? 4 × a², 4a² ആയിരിക്കും. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്താ? അങ്ങനെ 6 ഫേസുകളല്ലേ ഉള്ളത്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എത്ര ആയിരിക്കും? 6a² ആയിരിക്കും. അപ്പൊ നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. വോളിയം ഓഫ് ദ ക്യൂബ് എന്തായിരിക്കും? a³ ആയിരിക്കും. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 4a² ആയിരിക്കും. ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 6a² ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3D ഫിഗേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3D ഫിഗേഴ്സ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ഇക്വേഷനും നിങ്ങളെ കൊണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. ഇതിൽ ഞാൻ കൂടുതലായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 2-3 ഫിഗേഴ്സുകൾ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാര്യം അത്രയും ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ. If the circumference of the circle is 88 centimeter and the ratio of the radius of the circle to cylinder is 2:1, if the volume of the cylinder എന്നിട്ടുണ്ട് 1848 സെന്റിമീറ്റർ ക്യൂബ്, then what is the total surface area of the cylinder? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്താ? സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ 88 തന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞേ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഇക്വേഷൻ എന്താ? 2πr അല്ലേ. അപ്പൊ 2πr ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 88 തന്നിട്ടുണ്ട്. നമുക്ക് ഇത് സോൾവ് ചെയ്യാലോ. 2 × പൈയുടെ വാല്യൂ എന്താ? 22/7 അല്ലേ. ഇൻറ്റു നമുക്ക് റേഡിയസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 88 വരത്തില്ലേ. നമുക്ക് ഇതിന്റെ കളർ മാറ്റാം. നമുക്ക് ഇനി ചന്നം പിന്നെ വെട്ടിക്കളഞ്ഞാൽ മതിയല്ലോ. 22 88 കട്ട് ചെയ്യുമ്പോൾ എത്ര ടൈംസാ? 4 ടൈംസ് അല്ലേ. 2ഉം 4ഉം കട്ട് ചെയ്ത് എത്ര ടൈംസാ? 2 ടൈംസ് അല്ലേ. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടി റേഡിയസിന്റെ വാല്യൂ എത്ര കിട്ടി? 14 കിട്ടി. പക്ഷേ ഇവിടെ ഒരു റേഷ്യോ തന്നിട്ടില്ലേ? റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പം റേഡിയസ് ഓഫ് ദ സർക്കിൾ ടു അടുത്തത് റേഡിയസ് ഓഫ് ദ സിലിണ്ടർ അല്ലേ. റേഡിയസ് ഓഫ് ദ സിലിണ്ടറിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 1:2 തന്നിട്ടുണ്ട് അല്ലേ. 1:2 അല്ലേ, സോറി 2:1 തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് റേഡിയസ് ഓഫ് ദ സർക്കിൾ എത്ര കിട്ടിയ? 14 അല്ലേ. അപ്പൊ ആ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അല്ലേ 14. എത്ര ടൈംസാ? 7 ടൈംസ് അല്ലേ. സോ അങ്ങനെയെങ്കിൽ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എത്ര ആയിരിക്കും? ഇൻറ്റു 7 ചെയ്യുമ്പോൾ എത്ര വരും? 7 സെന്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് വോളിയം ഓഫ് ദ സിലിണ്ടർ എത്ര? 1848 തന്നിട്ടുണ്ട്. നമുക്കറിയാം വോളിയം ഓഫ് ദ സിലിണ്ടർ എത്ര ആയിരിക്കും? വോളിയം ഓഫ് സിലിണ്ടർ നമുക്കറിയാം πr²h ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എത്ര വരും? 1848 നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. എത്ര വരും? 22/7 ഇൻറ്റു റേഡിയസ് ഓഫ് സിലിണ്ടർ എത്ര? 7 അല്ലേ. 7 ഇൻറ്റു സ്ക്വയർ നമുക്ക് 7 × 7 ഇടാം. കാര്യം എന്താ? നമുക്ക് കട്ട് ചെയ്ത് കളയില്ലേ. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണ്ടേ അല്ലേ. നമുക്ക് ഹൈറ്റ് വേണ്ടേ? ഹൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വോളിയം എത്ര? 1848 അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 7ഉം ഈ 7ഉം കട്ട് ചെയ്ത് കളയാം. ഇതിനെ 11 കൊണ്ട് കട്ട് ചെയ്താൽ എത്ര ടൈംസ് ആയിരിക്കും? പറഞ്ഞേ. 11 കൊണ്ട് കട്ട് ചെയ്താൽ 2 ടൈംസ് ആയിരിക്കും. ഇതിനെ 11 കൊണ്ട് കട്ട് ചെയ്താൽ എത്ര ടൈംസ് ആയിരിക്കും? 11 1 എത്ര? 11 അല്ലേ. ബാക്കി 7 വരും. എത്ര ടൈംസാ? 6 ടൈംസ് അല്ലേ. പിന്നെ ബാക്കി 8 വരും. 88 അല്ലേ. അപ്പം 11 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര? 168 എന്ന് വരും. ഇനി എഗെയിൻ നമുക്ക് ഈ 2നെ കട്ട് ചെയ്ത് കളഞ്ഞോളൂ. എത്ര ടൈംസ് ആയിരിക്കും? 84 എന്ന് വരും. അപ്പൊ നമുക്ക് 7 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസാ? 12 ടൈംസ് എന്ന് കിട്ടത്തില്ലേ. സോ നമുക്ക് കിട്ടി ഹൈറ്റിന്റെ വാല്യൂ എത്ര കിട്ടി? 12 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? then what is the total surface area of the cylinder അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഒരു പാർട്ട് ഞാൻ ഇറേസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇത് മാർക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ? നോട്ട് ചെയ്ത് വെക്കണം. അതല്ല എങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിക്കരുത് ഇത് എവിടുന്ന് വന്നു, ഈ 7 ഒക്കെ എവിടുന്ന് വന്നു എന്ന് വിചാരിക്കരുത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എത്ര ആയിരിക്കും? πr ഇൻറ്റു πr ആണോ? അല്ല, 2πr ഇൻറ്റു ഓക്കെ എത്ര വരും? 2πr ഇൻറ്റു r+h അല്ലേ. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഏതൊക്കെയായിരിക്കും വാല്യൂസ്? നിങ്ങൾ പറഞ്ഞേ, എന്റെ കൂടെ പറഞ്ഞേ. 2 × 22/7 ഇൻറ്റു റേഡിയസ് ഓഫ് ദ സിലിണ്ടർ നമ്മൾ എത്ര? 7 അല്ലേ. ഇൻറ്റു r+h എത്ര? 7 + 12 അല്ലേ വരുന്നത്. ഈ 7ഉം 7ഉം കട്ട് ചെയ്ത് കളയാലോ. ബാക്കി എത്ര വരും? 2 × 22 എത്ര വരും? 44 × 19 എന്ന് വരണം. അപ്പൊ നമുക്ക് വേണ്ടത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ മൾട്ടിപ്ലൈ നോക്കാം. 44 × 19 എത്ര? 36 04
36 4 40 വരത്തില്ല. അപ്പൊ എത്ര വരും? 6 3 836. നമുക്ക് എന്താ ടോട്ടൽ സർഫസ് ഏരിയ ഇല്ല. അപ്പൊ എത്ര വരും? 836 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത് മനസ്സിലായില്ലേ? ആർക്കും പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മുടെ മെൻസുറേഷനകത്ത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ സർക്കിൾ ഉണ്ട്, സർക്കിളിൽ നിന്നും റേഡിയസ് കണ്ടുപിടിച്ചു, അതിനെ റേഷ്യോ ആയിട്ട് കണക്ട് ചെയ്തു, സിലിണ്ടറിന്റെ റേഡിയസും ഹൈറ്റും കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്തു നോക്കണം. അപ്പൊ നിങ്ങൾ ഇത് റിവിഷൻ ചെയ്യണം. അതിലാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഇക്വേഷൻസ് നിങ്ങളെ കൊണ്ട് പറഞ്ഞു തന്നു എന്നുള്ളത് അതിലൊരു കാര്യമില്ല. നിങ്ങൾ എക്സ്ട്രാ എഫോർട്ട് ഇടണം. നിങ്ങൾ ഇത് ഒന്നുകൂടെ 2-3 തവണ ചെയ്തു നോക്കണം. ഇക്വേഷൻസ് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത ദിവസം ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചേ. ഇഫ് ദ സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ ഈസ് 616 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ആൻഡ് ദി റേഡിയസ് ഓഫ് ദ സ്പിയർ ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ സിലിണ്ടർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നോട്ട് ചെയ്യാം. റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേഡിയസ് ഓഫ് ദ സ്പിയറിന് ഈക്വൽ ആയിരിക്കും. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഈസ് 12 സെന്റിമീറ്റർ, ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ 616 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ എത്ര? 4πr സ്ക്വയർ അല്ലേ? ആ 4πr സ്ക്വയറിന്റെ വാല്യൂ അല്ലേ 616 നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്കിത് ചെയ്ത് നോക്കിയാൽ പോരെ? അപ്പൊ വാല്യൂ ഇട്ട് നോക്കാം. 4 ഇൻറ്റു പൈയുടെ വാല്യൂ എത്ര? 22/7 ഇൻറ്റു നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ടോ? റേഡിയസ് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. റേഡിയസിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 616. നമുക്കിത് കട്ട് ചെയ്ത് കളയാൻ പറ്റുമല്ലോ. ഇതിനെ 4 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞ എത്ര ടൈംസാ? 15 4 എത്ര? 60 അല്ലേ? ബാക്കി 1 വരും, 154 വരും. അപ്പൊ ഇതിനെ 11 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസ് ആയിരിക്കും? 11 കൊണ്ട് കട്ട് ചെയ്ത 2 ടൈംസ് ആയിരിക്കും. 11 കൊണ്ട് കട്ട് ചെയ്താൽ 4 ടൈംസ് ആയിരിക്കും. നമുക്ക് ഈ 2ഉം 14 കട്ട് ചെയ്താൽ 7 ടൈംസ് ആയിരിക്കും. സോറി 14 ടൈംസ് ആണ്, ഇപ്പൊ 4 അല്ല. സോ നമുക്ക് കിട്ടി ആർ സ്ക്വയറിന്റെ വാല്യൂ കിട്ടി. ഈ 7 അപ്പുറം കൊണ്ടുപോയി എന്ത് വരും? 7 സ്ക്വയർ എന്ന് വരും. സോ ആർ ഓഫ് ദി അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ സ്പിയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 7 എന്ന് കിട്ടി. നമുക്കറിയാം റേഡിയസ് ഓഫ് ദ സിലിണ്ടറും റേഡിയസ് ഓഫ് ദ സ്പിയറും ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് എഴുതിക്കൂടെ ഇത് റേഡിയസ് ഓഫ് ദ സ്പിയർ അല്ലേ? അപ്പൊ റേഡിയസ് ഓഫ് ദ സ്പിയർ ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ആയതുകൊണ്ട് നമുക്ക് എഴുതാം 7 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2πrh അല്ലേ? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് എത്ര ആയിരിക്കും? റേഡിയസ് നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? 7 അല്ലേ? ഹൈറ്റ് എത്ര? 12 അല്ലേ? അപ്പൊ ഇൻറ്റു 12 ചെയ്താൽ പോരെ? ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ള കാര്യമല്ലേ ഉള്ളൂ. എന്തെങ്കിലും പാടുണ്ടോ? ഒരു പാടുമില്ല. 7ഉം 7ഉം കട്ട് ചെയ്ത് കളയാം. ബാക്കി എത്ര വരും? 2 ഇൻറ്റു 22 എത്ര? 44 ഇൻറ്റു 12 വരത്തില്ലേ? അപ്പൊ എത്ര വരണം? 440ഉം പിന്നെ ഒരു 88ഉം എത്ര വരും? 440 പ്ലസ് 88 എത്ര വരും? 8 8 4 12 ശിഷ്ടം 528 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ 440 പ്ലസ് 88 എന്ന് പറഞ്ഞാൽ അല്ലേ? അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ സൈഡിലോട്ട് നോട്ട് ചെയ്ത് കാണിക്കാം. നോക്കിക്കോ. 44 ഇൻറ്റു നമുക്ക് എന്തെഴുതാം? 12 നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ് 2 എന്ന് എഴുതി കൂടെ. അപ്പൊ ഈ 44 ഇൻറ്റു 10 എത്ര? 440 ആണ്. 44 ഇൻറ്റു 2 എത്ര? 88 അല്ലേ? ഇവരുടെ ഇടയിലുള്ള ആ ഒരു സൈൻ എന്താ? പ്ലസ് അല്ലേ? അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? 440 പ്ലസ് 88 എത്ര വരും? 528 ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. 528 ആയിരിക്കും ആൻസർ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്? അപ്രോച്ച് ചെയ്യാൻ ഒരേ ഒരു കാര്യമുള്ളൂ, എല്ലാ ഫിഗേഴ്സിന്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കാം. അതല്ലാതെ വേറെ ഒരു വഴിയില്ല. ഞാൻ എല്ലാം പ്രോപ്പർ ആയിട്ട് എഴുതി തരുന്നുണ്ട്. പക്ഷെ ഇക്വേഷൻസ് കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കുക. എങ്കിൽ കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എക്സാമിന് ഓൺ ദ സ്പോട്ടിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിത്തൗട്ട് അല്ലെങ്കിൽ സംശയിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് ഇനി ഓർത്തിരുന്ന സമയം കളയാനില്ല. അപ്പൊ അത് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് മെമ്മറൈസ് ചെയ്ത് പോവാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. നോക്കിക്കോ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ ഈസ് 1188 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? എത്ര നമുക്കറിയാമല്ലോ? 2πr ഇൻറ്റു r പ്ലസ് h ആണ് നമുക്കറിയാം. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻസ് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ഞാൻ എഴുതി തരുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് റിവിഷൻ അതിന്റെ കൂടെ നടക്കട്ടെ. അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ട് 1188 തന്നിട്ടുണ്ട്. ഇനി
സം ഓഫ് ദി റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എത്ര തന്നിരിക്കുന്നത് 27 അല്ലേ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയസിന്റെയും ഹൈറ്റിന്റെയും സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 27. അതിനർത്ഥം എന്താണ് നമുക്ക് ഇവിടെ ആർ പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ 2πr ഇൻറ്റു ഈ ആർ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ 27 അല്ലേ 27ന്റെ വാല്യൂ അല്ലേ 1188 എന്ന് പറഞ്ഞാ അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം അല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എന്ത് കണ്ടുപിടിക്കാം ഇതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിച്ചൂടെ അപ്പൊ 2 ഇൻറ്റു ഇതിന്റെ കളർ മാറ്റാൻ സമയമായല്ലേ ഓക്കെ 2 ഇൻറ്റു 22/7 ഇൻറ്റു ഇവിടെ റേഡിയസ് എത്ര അതല്ലേ കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു 27ന്റെ വാല്യൂ ആണ് 1188 എന്ന് പറഞ്ഞത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം 22 നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞൂടെ 2 ടൈംസ് അല്ലേ എന്ത് പറ്റി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഒരു കുഴപ്പമില്ലല്ലോ അപ്പം 11 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസ് 2 ടൈംസ് അല്ലേ 11 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസ് ആയിരിക്കും 10 ടൈംസ് അല്ലേ 110 വരും ബാക്കി 88 വരും അല്ലേ ഈ 2 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസ് ആയിരിക്കും 54 വരത്തില്ലേ അല്ലെ 54 2 108 അല്ലേ 27നെ 54 കട്ട് ചെയ്താൽ എത്ര ടൈംസ് 2 ടൈംസ് അല്ലേ അപ്പൊ ഈ 7 നമുക്ക് എന്ത് ചെയ്യാം ദാ ഇവിടെ ഒരു 2 കൂടെ ഒളിച്ചിരിപ്പില്ലേ ആ 2നെ ഈ 2നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എല്ലാം ശുഭം ബാക്കി നമുക്ക് വരുന്നത് എന്തായിരിക്കും ഒരു റേഡിയസിന്റെ വാല്യൂ എത്ര കിട്ടി ഈ 7നെ നമ്മൾ അപ്പുറം കൊണ്ടുപോകും എന്തൊരും റേഡിയസ് ഓഫ് ദ സിലിണ്ടർ നമുക്ക് എത്ര കിട്ടി 7 കിട്ടി അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം കണ്ടുപിടിച്ചൂടെ നമുക്കറിയാം ആർ പ്ലസ് എച്ചിന്റെ വാല്യൂ നമുക്ക് 27 ആണെന്നറിയാം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ഇവിടെ നിന്ന് നമുക്ക് റേഡിയസ് കിട്ടി ആറിന്റെ വാല്യൂ നമുക്ക് കിട്ടി 7 കിട്ടി സോ 7 പ്ലസ് എച്ചിന്റെ വാല്യൂ നമുക്ക് 27 കിട്ടി സോ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എത്ര ആയിരിക്കും 27 മൈനസ് 7 എത്ര വരും സോറി ഒരു മിനിറ്റ് 27 മൈനസ് 7ന്റെ വാല്യൂ എത്ര ആയിരിക്കും 20 എന്ന് കിട്ടി എത്ര കിട്ടി 20 എന്ന് കിട്ടി ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ അല്ലേ അപ്പം വോളിയം ഓഫ് ദ സിലിണ്ടർ എത്ര ആയിരിക്കും നമുക്കറിയാം πr² ആയിരിക്കും അപ്പൊ നമുക്കറിയാം പൈയുടെ വാല്യൂ 22/7 ആണ് ഇൻറ്റു r² എത്ര 7 × 7 ഇട്ടാൽ മതി 49 ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കാര്യം എന്താ ഇവനെയൊക്കെ വെട്ടിക്കളയാനുള്ളതല്ലേ സോറി ഒരു മിനിറ്റ് കളർ ഒന്ന് മാറ്റിക്കോട്ടെ ഇവന്മാരെയെല്ലാം വെട്ടിക്കളയണ്ടേ അപ്പൊ ഹൈറ്റിന്റെ വാല്യൂ നമ്മൾ എത്ര കണ്ടുപിടിച്ചത് 20 അല്ലേ നോക്കിക്കോ ഈ 7 പോയി ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് കിട്ടും 7 × 20 എത്ര 140 അല്ലേ അപ്പൊ 22 × 140 ചെയ്താൽ പോരെ നമുക്കറിയാം യൂണിറ്റ് ഡിജിറ്റുകൾ മൾട്ടിപ്ലൈ എത്ര വരണം 8 വരണ്ടേ നോക്ക് ഇവിടെ 8 വരുന്ന ഒരേ ഒരു വാല്യൂ അല്ലേ ഉള്ളൂ ലാസ്റ്റ് ഒരു 0 കൂടെ വേണ്ടേ അപ്പൊ എത്ര വരും 3080 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും നമ്മുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കണ്ടോ യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഇതിന്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ എങ്ങനെയാ നോക്കിക്കോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര 2 അല്ലേ ഇവിടെ ഈ 0 മാറ്റി കഴിഞ്ഞ എത്ര വരും 4 വരത്തില്ലേ അപ്പം അവന്മാര് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂവിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞതിന്റെ യൂണിറ്റ് ഡിജിറ്റും 8 തന്നെ ആവണ്ടേ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാ ഒരുത്തനല്ലേ ഉള്ളൂ 8 വരുന്നത് പിന്നെ ഒരു 0 കൂടെ കൊടുക്കുമ്പോൾ ബാക്കി എന്ത് വരും 80 വരത്തില്ലേ അത് ഏതാ ഒരൊറ്റ ഓപ്ഷനിലേ ഉള്ളൂ ഓപ്ഷൻ 4th ഓപ്ഷൻ അല്ലേ അപ്പൊ ആൻസർ എത്ര ആയിരിക്കും 3080 ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാം എത്ര വരും 08 02 8 2 10 വരും അപ്പൊ 8 0 3000 ഒരു 0 കൊണ്ടില്ലേ 140ന്റെ 0 കൊടുക്കുമ്പോൾ എത്ര വരും 3080 എന്ന് കിട്ടും അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എല്ലാവർക്കും ഓക്കെ ആയില്ലേ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അപ്പൊ ആ ഇക്വേഷൻസും സ്റ്റെപ്സും ഞാൻ എല്ലാം പ്രോപ്പർ ആയിട്ട് എഴുതി തന്നിട്ടുണ്ട് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക അത് നിങ്ങളുടെ കാര്യമാണ് നിങ്ങൾ അത് ചെയ്യണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ചെയ്യേണ്ട പാർട്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്യണം ഇപ്പൊ മെൻസുറേഷൻ എന്ന് പറഞ്ഞൊരു 3D ഫിഗേഴ്സിന്റെ കംപ്ലീറ്റ് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3D ഫിഗേഴ്സിന്റെ എല്ലാ ഇക്വേഷൻസും വെച്ചിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ചെയ്യേണ്ട എന്താ ഇത് കാണുക ഇതിന്റെ നോട്ട്സ് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു 2 വട്ടം റിവിഷൻ ചെയ്യുക അതിനുശേഷം മെൻസുറേഷന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക മോക്ക് ടെസ്റ്റിന്റെ ടോപ്പിക് ടെസ്റ്റ് എഴുതുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം ഓക്കെ ആണല്ലോ സോ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിക്കോ ഇതിന്റെ കളർ ഒന്ന് മാറ്റിക്കോട്ടെ എടേ എല്ലാവരും അഡ്മിറ്റ് കാർഡ് ഒക്കെ നേരത്തെ എടുത്തു വെക്കണേ അവസാന നിമിഷത്തിലേക്ക് ഓടാൻ നിൽക്കില്ലേ പ്രിന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എടുത്തു വെക്കണം ഫോട്ടോസ് ഒക്കെ ഉണ്ടോ ഒരു 3 ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചാൽ നമുക്കറിയില്ലല്ലോ എത്ര ഫോട്ടോസാ വേണ്ടതെന്ന് നമുക്ക് നോക്കാം എ സിലിണ്ടറിക്കൽ ബാർ ഈസ് കാസ്റ്റഡ് ആൻഡ് മെൽറ്റഡ് അപ്പൊ ഒരു പുതിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് ഈ മെൽറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓക്കെ ആണല്ലോ മെൽറ്റഡ് ഇൻറ്റു സ്മാളർ സ്പെറിക്കൽ ബാൾസ് റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ഈസ് ട്വൈസ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്താ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ട്വൈസ് ഓഫ് ദി ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഇനി ആൻഡ് റേഡിയസ് ഓഫ് ദ സ്പിയർ എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് ദി റേഡിയസ് ഓഫ് ദി സിലിണ്ടറിക്കൽ ബാർ തന്നിട്ടുണ്ട് ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്പെറിക്കൽ ബാൾസ് ഫോർമുല കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇവന്മാരെ ഒന്ന് കമ്പൈൻ ചെയ്തൊരു റേഷ്യോ ആക്കി മാറ്റിക്കൂടെ എങ്ങനെയാ നോക്കിക്കേ
നമുക്കറിയാം റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് റേഡിയസ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം റേഡിയസ് ഓഫ് ദ സിലിണ്ടർ, ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ, പിന്നെ ആരാ റേഡിയസ് ഓഫ് ദ സ്പിയർ അല്ലേ ഉള്ളത്. സോ നമുക്ക് അവന്മാരെ ഒന്ന് റേഷ്യോ ആക്കി മാറ്റാം. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചാൽ നോക്കിക്കോ. ഇവിടെ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ അല്ലേ. സോ നമുക്ക് സപ്പോസ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ 2 ടൈംസ് ആകുമ്പോൾ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എന്തായി മാറി, 2 ആയി മാറി. അതെങ്ങനെ നടക്കുമല്ലേ, അതെങ്ങനെ നടക്കുമല്ലേ. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിനെക്കാട്ടിലും വലിയൊരു റേഡിയസോ, കറക്റ്റ് ആയിട്ടല്ലേ ഞാൻ വായിച്ചത്. റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ഈസ് ട്വൈസ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. ഓക്കെ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ എന്ത് ചെയ്തു, ഫസ്റ്റ് റേഷ്യോ കിട്ടി. ഇനി അടുത്ത എന്താ, റേഡിയസ് ഓഫ് ദ സ്പിയർ എന്ന് പറഞ്ഞാൽ അല്ലെ, റേഡിയസ് ഓഫ് ദ സ്പിയർ എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് ദ റേഡിയസ് ഓഫ് ദി സിലിണ്ടർ ആണ്. അപ്പൊ 2ന്റെ 1/4 എത്ര, 1/2 അല്ലേ. അപ്പൊ എന്റെ ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഡിനോമിനേറ്റർ റേഷ്യോയിൽ ഡിനോമിനേറ്റർ 2 വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴെന്ത് ചെയ്യും, ആ 2വിനെ അങ്ങ് മാറ്റി എല്ലാവരും നോർമൽ ഒരു ഓൾ നമ്പർ പാർട്ടിലോട്ട് മാറ്റും, അല്ലെങ്കിൽ ഒരു ഇന്റിജർ പാർട്ടിലോട്ട് മാറ്റും. അതിനെന്ത് ചെയ്താൽ മതി, മൊത്തം റേഷ്യോനെ കൊണ്ട് ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ ഈ റേഷ്യോ എന്തായി മാറി, നിങ്ങൾ പറഞ്ഞേ, നമുക്ക് റേഷ്യോ എത്രയായി മാറി, 2:1 എന്നൊരു റേഷ്യോ കിട്ടി. അപ്പൊ നമുക്ക് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം, a cylindrical bar is casted and melted into a small spherical balls, radius of the cylinder is twice. അപ്പൊ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മെൽറ്റ് ചെയ്യുമ്പോൾ അവിടെ വോളിയം മാറുന്നില്ല. അപ്പൊ എന്തായിരിക്കും, വോളിയംസ് ഈക്വൽ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്തായിരിക്കും, വോളിയംസ് ആർ ഈക്വൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ മെൽറ്റിംഗ്. അപ്പൊ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വോളിയംസ് 2 കേസിൽ ഈക്വൽ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ കേസിൽ എന്താ, സിലിണ്ടറിക്കൽ ബാർ അല്ലേ. അപ്പൊ നമുക്കറിയാം സിലിണ്ടറിക്കൽ ബാറിന്റെ വോളിയം എത്ര, πr² അല്ലേ. അപ്പൊ πr² എന്ന് പറഞ്ഞ എത്ര, 22/7 ഇൻറ്റു പൈന്റെ വാല്യൂ 22/7 അല്ലേ. റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എത്ര അല്ലേ, സിലിണ്ടർ അല്ലേ, സോറി സിലിണ്ടർ എത്ര ആയിരിക്കും, 2 അല്ലേ. അപ്പൊ നമുക്ക് കൊടുക്കാം 2x² എന്ന് കൊടുത്തൂടെ, 2x² ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എത്ര, x അല്ലേ. നോക്ക്, സിലിണ്ടറിക്കൽ ബാർ ഈസ് കാസ്റ്റഡ് ആൻഡ് മെൽറ്റഡ് ഇൻറ്റു എ സ്മാളർ സ്പെറിക്കൽ ബാൾസ്. അപ്പൊ അവൻ എന്ത് ചെയ്തു, ഒരു മെൽറ്റ് ചെയ്തിട്ട് ഒരു സ്പെറിക്കൽ ബാൾ ആക്കി മാറ്റി. അപ്പൊ നമ്പേഴ്സ് എത്ര നമുക്ക് അറിയത്തില്ല, എത്രയോ നമ്പർ ഓഫ് സ്പെറിക്കൽ ബാൾസ് ആക്കി മാറ്റി എന്നല്ലേ. സോ ആ നമ്പേഴ്സിനെ ഞാൻ എന്നോട് റെപ്രസെന്റ് ചെയ്ത് ഇൻറ്റു, നമുക്കറിയാം സ്പിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞേ, 4/3 പൈ അല്ലേ. 4/3 പൈയുടെ വാല്യൂ എത്ര, 22/7 ഇൻറ്റു റേഡിയസ് ഓഫ് ദ സ്പിയർ എത്ര കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, 1 അല്ലേ. അപ്പം എക്സിന്റെ ക്യൂബ് അല്ലേ, 4/3 πr³ അല്ലേ, ആണല്ലോ. നമുക്ക് ഇനി കട്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടുന്ന് 22/7 22/7 കട്ട് ചെയ്ത് കളയാലോ, ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഒബ്ജക്ഷൻ ഒരു കുഴപ്പമില്ല. ഇതാ ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു x³ ഇല്ലേ. ഇതാ ഈ x ഇൻറ്റു ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ, x² ഇൻറ്റു x എത്ര, x³ അല്ലേ. ആ x³ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്ക് ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ഇത് സ്ക്വയർ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, 4 എന്ന് വരത്തില്ലേ. 4 = n ഇൻറ്റു 4/3 എന്ന് വരത്തില്ലേ. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നോടെ, എവിടെ മിസ്റ്റേക്ക് വന്നല്ലോ. നമ്മൾ എവിടെ വാല്യൂ ഇടാൻ വിട്ടുപോയത്, πr² അല്ലേ. ഇവിടെ ഒരു 2 ഉണ്ടല്ലേ. ഓക്കെ ഇവിടെ ഒരു 2 ഉണ്ടല്ലേ. ഓക്കെ, അത് നമ്മൾ വിട്ടുപോയി. അപ്പൊ എത്ര വരും, 8 എന്ന് വരത്തില്ലേ. അതാണ് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക്. എങ്കിലും മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ടോ, നമുക്ക് ഇത് ഒന്നുകൂടെ എഴുതി നോക്കാം അല്ലേ. നമ്മൾ എവിടെ ഒരു മിസ്റ്റേക്ക് വന്നു, മൊത്തത്തിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയി. ഓക്കെ, നമുക്കൊരു ഏതൊരു പോലീസുകാരന് ഒരു അബദ്ധം പറ്റുന്നെന്ന് പറയുന്ന പോലെ ഒരു മാത്സ് ഫാക്കൽറ്റിക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു അബദ്ധം അല്ലേ. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാം അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഏരിയ ഓഫ് ദ സിലിണ്ടർ, സോറി വോളിയം ഓഫ് ദ സിലിണ്ടർ എത്ര, πr² അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എത്ര സ്പിയേഴ്സ് ആക്കി മാറ്റി, ആ നമ്പേഴ്സിനെ നമ്മൾ എന്നോട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ സ്പിയറിന്റെ വോളിയം എത്ര, 4/3 πr³ അല്ലേ. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ശ്രദ്ധിച്ച് വാല്യൂസ് കുട്ടികളെ, നമ്മൾ ശ്രദ്ധയില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റും. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പയ്യും ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പൊ അത്രയും പണി മാറുമല്ലോ. ബാക്കിയുള്ളത് എന്താ, ഇവിടെ ഒരു r² ഇല്ലേ, ഈ r² കട്ട് ചെയ്ത് കളഞ്ഞ ബാക്കി അവിടെയാണ് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് വന്നത് അല്ലേ. ഓക്കെ നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് അവിടെയാണ് വന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് വെരിഫൈ ചെയ്യാം, എന്തുകൊണ്ട് ആ മിസ്റ്റേക്ക് വന്നത്. നോക്കിക്കേ, ഇവിടെ ഒരു πr² അല്ലേ, ഇവിടെ ഒരു r³ അല്ലേ. ഈ r എന്ന് പറഞ്ഞ ആരുടെ, സിലിണ്ടറിന്റെ അല്ലേ. ഇത് ആരുടെയാ, നമ്മുടെ സ്പിയറിന്റെ അല്ലേ. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഇവിടെ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എത്ര, 4 അല്ലേ. നമ്മളിവിടെ 2 ആയിട്ട് എടുത്തത് അല്ലേ. ഓക്കെ അപ്പൊ എത്ര വരും, 16. ഇതിനെല്ലാം നമുക്ക് x കൊടുക്കാം, കാര്യം എന്താ, റേഷ്യോ അല്ലേ. ഇതിനെല്ലാം നമ്മൾ x കൊടുത്തു. അപ്പൊ 16x² ഇൻറ്റു ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര, 2x അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു n ഇൻറ്റു
4/3 ഇൻറ്റു റേഡിയസ് ഓഫ് ദ സ്പിയർ എത്ര എക്സ് ക്യൂബ് എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആർക്കും പ്രശ്നമില്ല. ഈ 4ഉം ഈ 16 കട്ട് ചെയ്ത് എത്ര വരും? 4 വരത്തില്ലേ? ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്താ എക്സ് ക്യൂബ് ആയി മാറില്ലേ? അപ്പൊ അവരെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ബാക്കി എന്ത് വരുന്നത്? ഇപ്പം കറക്റ്റ് ആയിട്ട് കിട്ടി. ബാക്കി വരുന്നത് 8ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു 1/3 എന്ന് വരത്തില്ലേ? അപ്പൊ നമുക്ക് അവിടുന്ന് കിട്ടി n-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ എത്ര? അപ്പൊ n എന്ന് പറഞ്ഞാൽ എത്ര വരും? ഈ 3 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും? n3 24 എന്ന് വരും അല്ലേ? അപ്പൊ അതും കൂടെ ഒന്ന് വൃത്തിയായിട്ട് എഴുതി തരാം. അപ്പൊ n3 എത്ര വന്നു? ഓക്കെ, n3 24 എന്ന് വന്നു. അപ്പൊ എത്ര സ്പിയേഴ്സ് ആണ് മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്? 24 സ്പിയേഴ്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ നമ്മുടെ ഈ സി സോറി ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അത് മിസ്റ്റേക്ക് വന്ന അശ്രദ്ധ മൂലം, ഞാൻ സമ്മതിച്ചു, എന്റെ അശ്രദ്ധ മൂലം. ക്വസ്റ്റ്യൻ ഒക്കെ നേരെ വായിക്കണം അല്ലേ? ക്വസ്റ്റ്യൻ ഒക്കെ നേരെ വായിക്കണം. നിങ്ങൾ എന്നെ കണ്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ വരാതെ ഇരിക്കണം. എക്സാമിന് ഇങ്ങനെ വന്നാൽ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം? ചുമ്മാടെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യുക. നമ്മൾ ഇവിടെ ചെയ്തത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ആണ്, ഇത് റേഡിയസ് ഓഫ് ദ സ്പിയർ ആണ്. അപ്പൊ ആ വാല്യൂസ് പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സാമിന് അശ്രദ്ധ വരരുത്. ഇക്വേഷൻസ് ഒക്കെ വാല്യൂസ് ഒക്കെ പ്രോപ്പറായിട്ട് പിക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഓക്കെ ആണല്ലോ. അങ്ങനെ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ, അടുത്ത ദിവസം ചെയ്യാം. നോക്കിക്കോ. The ratio of the radius and the height of the right circular cone is 3:4. അപ്പൊ നമുക്കറിയാം റൈറ്റ് സർക്കുലർ കോൺ അല്ലേ? ഇതല്ലേ നമ്മുടെ കോൺ? നമ്മുടെ കോൺ ഐസ്ക്രീം ഇതല്ലേ? അപ്പൊ ആ റൈറ്റ് സർക്കുലർ കോണിന്റെ റേഡിയസിന്റെയും പിന്നെ ഇതിന്റെ ഹൈറ്റിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 3:4. കുറച്ചുകൂടെ വലുതായിട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് മനസ്സിലാവും. നോക്കിക്കോ. ആണ്ടവാ എന്ന് പറയുന്നത് ദൈവമേ എന്ന് പറയുന്ന പോലെ കറക്റ്റ് ആയിട്ട് കോൺ കിട്ടണേ. മറ്റേ ഏത് സിനിമയുടെ ആണ്ടവാ? നമ്മുടെ രാവണപ്രഭു അല്ലേ? രാവണപ്രഭുവിനകത്ത് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ ആണ്ടവാ എന്ന് പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് കിട്ടണേ. ഓക്കെ, നോക്കിക്കോ. റേഷ്യോ ഓഫ് ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ റൈറ്റ് സർക്കുലർ കോൺ ഈസ് 3:, എത്ര ആയിരിക്കും? 3:4 എന്ന് കിട്ടി. ഇനി ഇഫ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ എത്ര? 135 പൈ എം സ്ക്വയർ അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്? അതായത് മീറ്റർ സ്ക്വയർ ആണ്. എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്കറിയാം കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ എത്ര? πr അല്ലേ? πr അല്ലേ? πr അല്ലേ? നമുക്കറിയാം കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ നമുക്ക് കൊടുക്കാം പൈയുടെ എത്ര നമുക്ക് തന്നിരിക്കുന്നേ? 135 പൈ എന്ന് കിട്ടിയില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പൈയും കട്ട് ചെയ്ത് കളഞ്ഞോടെ. ബാക്കി എന്ത് വരും? ആറിന്റെ വാല്യൂ നമുക്കറിയോ? ഇല്ല. ആറിന്റെ വാല്യൂ നമുക്കറിയാം. ഇവിടെ എത്ര ആയിരിക്കും? നമുക്കറിയാം എൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലാന്റ് ഹൈറ്റ് അല്ലേ? സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? ഇതല്ലേ നമ്മുടെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? ഇവിടെ ഒരു പൈതഗോറസ് ട്രയാങ്കിൾ വന്നില്ലേ? ഇവിടെ ഒരു പൈതഗോറസ് ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്തില്ലേ? അപ്പൊ നമ്മുടെ പൈതഗോറസ് ട്രിപ്ലറ്റ് അനുസരിച്ച് 4ന്റെയും 3യുടെയും പൈതഗോറസ് ട്രിപ്ലറ്റിന്റെ പെയർ എന്തായിരിക്കും? 5 അല്ലേ വരുന്നത്? അപ്പൊ പൈതഗോറസ് ട്രിപ്ലറ്റ് അറിയത്തില്ലെങ്കിൽ നമുക്ക് പൈതഗോറസ് ട്രയാങ്കിളിന്റെ നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. എത്ര വരും? 4² പ്ലസ് 3² വാല്യൂ എത്ര വരും? 5 ആയിരിക്കും. സോ എത്ര കിട്ടി? 6 ഇൻറ്റു എല്ലിന്റെ വാല്യൂ നമുക്ക് കിട്ടി 135. നമുക്കറിയാം റേഡിയസിന്റെ വാല്യൂ എത്ര? റേഡിയസ് ഇവിടെ എത്ര? 3 അല്ലേ? അപ്പം 3x ഇൻറ്റു ലെങ്ത് എത്ര? സ്ലാന്റ് ഹൈറ്റ് എത്ര? 5x അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 135. അപ്പൊ എത്ര വരും? 15 വരത്തില്ല. 15 എക്സ് സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് കിട്ടി 135 എന്ന് കിട്ടി. അപ്പൊ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ. ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 15 9 എത്ര? 135 ആയിരിക്കും. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 3 എന്ന് കിട്ടി. നമുക്ക് എക്സിന്റെ വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത്? എക്സിന്റെ വാല്യൂ അല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? then find the total surface area of the cone അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ കോൺ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? πr ഇൻറ്റു എൽ പ്ലസ് ആർ അല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ? πr ഇൻറ്റു എൽ പ്ലസ് ആർ അല്ലേ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഓപ്ഷനിലെല്ലാം പൈ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് 22/7 ഇടേണ്ട ആവശ്യമില്ല. ആ പൈയിൽ തന്നെ വാല്യൂ ഇട്ടങ്ങ് ചെയ്താൽ മതി. അപ്പൊ പൈ ഇൻറ്റു അപ്പൊ റേഡിയസ് എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ. റേഡിയസ് എന്ന് പറഞ്ഞാൽ 3x അല്ലേ? അപ്പം 3 ഇൻറ്റു 3 എത്ര? എക്സിന്റെ വാല്യൂ 9 അല്ലേ? അപ്പം 9 ഇൻറ്റു ലെങ്തിന്റെ വാല്യൂ എത്ര? അത് സ്ലാന്റ് ഹൈറ്റിന്റെ വാല്യൂ എത്ര? 5 അല്ലേ? 5x എന്ന് പറഞ്ഞാൽ എത്ര? 5 ഇൻറ്റു 3 എത്ര? 15 പ്ലസ് റേഡിയസ് എത്ര? 9 വരത്തില്ലേ? അപ്പൊ എത്ര വരും? പൈ ഇൻറ്റു 9 ഇൻറ്റു 9 ഇൻറ്റു 15 എത്ര? സോറി 15 പ്ലസ് 9 എത്ര? 24 വരത്തില്ലേ? അപ്പൊ 9 × 36 യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 6 വരണം. രണ്ട് ഓപ്ഷനിൽ എത്ര വരും? 180 36 216 വരത്തില്ലേ? അപ്പൊ എത്ര? 216 പൈ മീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. ഇത് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായോ? എന്തെങ്കിലും പാടുണ്ടോ ആർക്കെങ്കിലും? അപ്പൊ നമ്മൾ ഈ കോൺ വരയ്ക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ചു നോക്കാം. അപ്പൊ ഒരു ഐഡിയ കിട്ടും.
ഈ തന്നിരിക്കുന്നത് ഹൈറ്റ് ആണ്, ഈ തന്നിരിക്കുന്ന റേഡിയസ് ആണ്. നമുക്ക് അതിൽ നിന്ന് സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ തന്നിരിക്കുന്ന കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ ആ കർവ്ഡ് സർഫസ് ഏരിയയിൽ പയ്യാറിലാണ് ഇക്വേഷൻ. അത് ആദ്യം അറിയണം. അതിനുശേഷം എൽ എന്ന് പറഞ്ഞാൽ സ്ലാന്റ് ഹൈറ്റ് ആണെന്ന് അറിയണം. സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഞാൻ കൺസെപ്റ്റ് വീഡിയോ പറഞ്ഞില്ലേ? ആദ്യം കൺസെപ്റ്റ് പറഞ്ഞില്ലേ? റൂട്ട് ഓഫ് ഹൈറ്റിന്റെ സ്ക്വയർ പ്ലസ് റേഡിയസിന്റെ സ്ക്വയർ. അപ്പൊ ഇത് എത്ര വരും? റൂട്ട് 25 എന്ന് വരും. ആ 25 റൂട്ട് വാല്യൂ എത്ര? സ്ക്വയർ റൂട്ട് വാല്യൂ എത്ര? 5 അല്ലേ? സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് ടോട്ടൽ സർഫേസ് ഏരിയയിൽ നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 216 പൈ മീറ്റർ സ്ക്വയറിന് കിട്ടി. അപ്പൊ ഇതോടുകൂടി ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരുപാട് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അതെല്ലാം ചെയ്തു നോക്കണം. എങ്കിൽ കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The curved surface area of the sphere is 4/9 of the area of the circle. അപ്പൊ നമുക്കറിയാം കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി സ്പിയർ അല്ലേ? അപ്പൊ നമുക്കറിയാം കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി സ്പിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര ആയിരിക്കും? 4πr² അല്ലേ? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി സ്പിയർ എത്ര? 4πr² അല്ലേ? ആ 4πr² എന്ന് പറഞ്ഞാൽ 4/9 ഓഫ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇട്ട് തന്നെ ചെയ്യാം. അപ്പൊ 4πr² എന്ന് എഴുതുമ്പോൾ ഇത് ആരുടെ? സ്പിയറിന്റെ അല്ലേ? അത് മെൻഷൻ ചെയ്യണം. ഈസ് ഈക്വൽ ടു 4/9 ഓഫ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ എത്ര? 4πr². അപ്പം സർക്കിളിന്റെ റേഡിയസ് അല്ലേ RC എന്ന് പറഞ്ഞത്. അതിൽ നമുക്ക് എന്തൊക്കെ വെട്ടിക്കളയാം? പൈ കളയാം, ഈ പൈയും വെട്ടിക്കളയാം, ഈ 4ഉം കട്ട് ചെയ്ത് കളയാം. ബാക്കി വരുന്ന വാല്യൂസ് എന്തൊക്കെയാ? റേഡിയസിന്റെ സ്ക്വയർ അല്ലേ? റേഡിയസിന്റെ സ്ക്വയറിന്റെ S ആണ്, അല്ലെങ്കിൽ സ്പിയറിന്റെ റേഡിയസിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താ? റേഡിയസ് ഓഫ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു സ്ക്വയർ ഇല്ലേടെ? നമ്മളിവിടെ ഒരു മിസ്റ്റേക്ക് വീണ്ടും ചെയ്തു. ഏരിയ ഓഫ് ദ സർക്കിൾ അല്ലേ? ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? πr² അല്ലേ? അപ്പൊ എത്ര വരണം? ഇവിടെ നോക്കിക്കേ, ഈ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇവിടെ കൊണ്ടുവന്ന് എന്ത് വരും? 1/9 എന്ന് വരത്തില്ലേ? സോ അതിൽ നിന്ന് നമുക്ക് കിട്ടി റേഡിയസ് ഓഫ് ദ സ്പിയർ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ സർക്കിൾ. എന്ത് കിട്ടി? ഇതിനെ സ്ക്വയർ റൂട്ട് എടുത്താൽ പോലെ എത്ര വരും? 1/3 എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് ഇവിടെ കിടക്കേണ്ട ആവശ്യം വരും. നമുക്കിത് മൊത്തം റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ഈ എന്താ പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് ഓഫ് ദ സർക്കിൾ 14 സെന്റിമീറ്റർ മോർ ദാൻ ദ റേഡിയസ് ഓഫ് ദ സ്പിയർ തന്നിട്ടില്ലേ? അപ്പൊ അത് നോക്കിക്കോ, ഞാനത് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. നമുക്കറിയാം റേഡിയസ് ഓഫ് ദ സ്പിയർ ഈസ് ടു റേഡിയസ് ഓഫ് ദ സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 1:4 1:3 തന്നിരിക്കുന്നത് ആണല്ലോ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 14 സെന്റിമീറ്റർ മോർ ദാൻ റേഡിയസ് ഓഫ് ദ സ്പിയർ തന്നിട്ടില്ലേ? നിങ്ങൾ നോക്കിക്കേ, 14 സെന്റിമീറ്റർ മോർ എന്ന് പറഞ്ഞാൽ ഇവിടെ റേഷ്യോയിൽ എത്ര സെന്റിമീറ്റർ, എത്ര യൂണിറ്റ് മോർ ആണ്? 2 യൂണിറ്റ് അല്ലേ? ആ 2 യൂണിറ്റിന്റെ വാല്യൂ അല്ലേടെ ഈ തന്നിരിക്കുന്ന 14 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 7 കിട്ടത്തില്ലേ? സോ അങ്ങനെയെങ്കിൽ നമുക്ക് റേഡിയസ് ഓഫ് ദ എന്ത് കിട്ടി? റേഡിയസ് ഓഫ് ദ സർക്കിൾ സ്പിയർ കിട്ടി, 7 കിട്ടി. അതുപോലെ റേഡിയസ് ഓഫ് ദ സർക്കിൾ എത്ര കിട്ടി? 21 സെന്റിമീറ്റർ എന്ന് കിട്ടി. ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിളിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കണ്ടുപിടിക്കേണ്ട ആൻസർ എന്താ? സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ 2πr അല്ലേ? അപ്പൊ കണ്ടുപിടിക്കാം. നമുക്ക് 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു റേഡിയസ് ഓഫ് ദ സർക്കിൾ എത്ര? നമുക്ക് എത്ര കിട്ടിയത്? 21 അല്ലേ? അപ്പൊ ഈ 7ഉം 21ഉം കട്ട് ചെയ്ത് എത്ര ടൈംസ്? 3 ടൈംസ് അല്ലേ? ദാറ്റ് ഈസ് 44 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 132 സെന്റിമീറ്റർ എന്ന് വരും അല്ലേ? എത്ര ആയിരിക്കും ആൻസർ? ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ചെയ്ത മെത്തേഡ് മനസ്സിലായോ? അപ്പൊ ഞാനിത് വായിച്ചത് നമ്മൾ എഴുതിയത് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് എഴുതിയത് അല്ല, ഏരിയ ഓഫ് ദ സർക്കിൾ ആണ്. സോ അത് പ്രത്യേകം മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഈ തന്നിരിക്കുന്ന റേഡിയസ് സ്പിയറിന്റെയും അതുപോലെ തന്നെ സർക്കിളിന്റെ മാർക്ക് ചെയ്ത് വെക്കണം. കാര്യം നമുക്ക് മിസ്റ്റേക്ക് വരാം. നമ്മുടെ എക്സാമിനുള്ള വെപ്രാളം മൂലം എക്സാമിന് നമുക്ക് എന്ത് മിസ്റ്റേക്കും വരാം. അപ്പൊ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. നോക്കിക്കും. Okay, the ratio of the radius of the cylinder and the sphere is 2:1, 1:2. അപ്പൊ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. റേഷ്യോ ഓഫ് ദി റേഡിയസ് ഓഫ് ദ സിലിണ്ടർ. അപ്പൊ സിലിണ്ടറിന്റെ റേഡിയസ് ഈസ് 2. അതുപോലെ ആരുടെയാ? സ്പിയറിന്റെ റേഡിയസ്. അപ്പൊ നമുക്കൊന്ന് നല്ല രീതിയിൽ മാർക്ക് ചെയ്യാം അല്ലേ? നോക്കിക്കോ, റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ഈസ് 2, റേഡിയസ് ഓഫ് ദ സ്പിയർ എത്ര? 1:2 എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ആൻഡ് ദി ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എത്ര വന്നിരിക്കുന്നത്? 14 സെന്റിമീറ്റർ വന്നിട്ടില്ലേ? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എത്ര? 14 സെന്റിമീറ്റർ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്താണോ അവിടെ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. എവിടോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. അതാണോ നമുക്കൊന്ന് കൺഫേം ചെയ്യാം. അല്ലല്ല, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അല്ലേ അത്?
അല്ല. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ആണ് തെറ്റിദ്ധരിച്ചത് അല്ലേ, നമ്മൾ അവനെ തെറ്റിദ്ധരിച്ചു പോയി. ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ഓക്കെ, നമുക്ക് കിട്ടി ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എത്ര? 14 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇഫ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ ഈസ് 616 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ എത്ര? 2πRH അല്ലേ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ നമുക്കറിയാം 2 into 22/7 into റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എത്ര? ഇതാ നടക്കുന്നു എക്സ് അല്ലേ. ഇതിന് നമുക്ക് എക്സ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇതിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. എക്സ് ഈസ് ടു 2x എന്ന് മാർക്ക് ചെയ്തൂടെ? അപ്പൊ എക്സ് ഇൻറ്റു ഇനി ആരാ ഹൈറ്റ് അല്ലേ എത്ര? 14 അല്ലേ? 7ഉം 14ഉം കട്ട് ചെയ്ത് എത്ര വരും? 2 ടൈംസ് എന്ന് വരും. സോ അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 616 തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോ, 11 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസാ? 2 ടൈംസ് അല്ലേ? 11 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസാ? 5 ടൈംസ് അല്ലേ? ബാക്കി എത്ര വരും? 6 വരത്തില്ലേ? അപ്പൊ 56 വരും. ഈ 2 കൊണ്ട് എത്ര വരും ഇവിടെ? 2 into 2 into 2 8 അല്ലേ? അപ്പൊ നമുക്ക് കിട്ടി എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 7 കിട്ടി അല്ലേ? കാര്യം എന്താ, ഇത് 8 അല്ലേ? 2 into 2 into 2 8 അല്ലേ? 8 അല്ലേ 56. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 7 കിട്ടി. സോ അങ്ങനെയെങ്കിൽ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എത്ര? 7 കിട്ടി. റേഡിയസ് ഓഫ് ദ സ്ഫിയർ എത്ര? 14 കിട്ടി. ഓക്കെ ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് then what is the difference between the volume of the cylinder and the surface area of the sphere? നമുക്ക് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ദി സിലിണ്ടർ എത്ര ആയിരിക്കും? πr²h അല്ലേ? അപ്പൊ ഞാൻ എല്ലാ ഇക്വേഷനും പ്രോപ്പർ ആയിട്ട് എഴുതി തരുന്നുണ്ട്. നിങ്ങളുടെ റിവിഷൻ ഇതിന്റെ കൂടെ തന്നെ നടക്കും. അപ്പൊ നമുക്ക് നോക്കാം. 22/7 into റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എത്ര? 7 അല്ലേ? അപ്പൊ 7 into 7 into ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എത്ര? 14 അല്ലേ? into 14. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളഞ്ഞൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ നമുക്ക് നോക്കാം. ഒരു 7 കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എത്ര വരും? 146 ആണോ? 154 അല്ലേ? 14 ശിഷ്ടം ഒന്ന്. ഓക്കെ, 154 into 14 എത്ര വരും? നമുക്ക് ചെയ്ത് നോക്കാം. 154 into അല്ലേ 14 അല്ലേ? 16 ശിഷ്ടം ഒന്ന്. 14 20 21 21 ശിഷ്ടം 2 എത്ര വരും? 6 വരും. 4 5 1 വരും അല്ലേ? 6 5 11 2156 വരും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? then surface area of the sphere അല്ലേ? surface area of the sphere എന്ന് പറഞ്ഞാൽ എത്ര? 4πr² അല്ലേ? അപ്പൊ 4πr² വാല്യൂ എത്ര? 4 into 22/7 into റേഡിയസ് ഓഫ് ദ സ്ഫിയർ എത്ര? എവിടെ ഇതാ നടക്കുന്നു? എത്ര വരും? 2x. എക്സിന്റെ വാല്യൂ എത്ര വരും? 14 കൊടുത്താൽ പോരെ? നമ്മൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്തോ എന്നൊരു ഡൗട്ട് അല്ലേ? ഇവിടെ ഇവിടെ മിസ്റ്റേക്ക് വന്നത് എന്താണെന്നറിയോ? ഇല്ല കറക്റ്റ്. ഓക്കെ. ഇതാ ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2 വരത്തില്ലേ? എങ്ങനെ എത്ര വരും? 88 into 2 എത്ര? 88. നമ്മൾ ഇവിടെ മിസ്റ്റേക്ക് ചെയ്തല്ലോ. നമ്മൾക്ക് എവിടെ മിസ്റ്റേക്ക് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. πr²h ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നല്ലേ? പൈയുടെ വാല്യൂ 22/7, റേഡിയസ് 7 into 7 അല്ലേ? 14 വരും. ഇവിടെ ഇല്ലല്ലോ. 2156. മിസ്റ്റേക്ക് ഇതാ ഇവിടാണ്. ഓക്കെ. എവിടാ മിസ്റ്റേക്ക് വന്നത് മനസ്സിലായോ? നമ്മൾ മിസ്റ്റേക്ക് ചെയ്തത് ഇവിടാണ്. എത്ര വരും? കിളി പോയോടെ എന്റെ കംപ്ലീറ്റ് കിളി പോയോ? കിളി പോയിട്ടില്ല. ഇവിടാണ് നമുക്ക് വരേണ്ടത്. ഇതെത്ര? 14 into 14 അല്ലേ? അപ്പൊ ഈ 7 ഇത് കട്ട് ചെയ്യുമ്പോൾ 2 ടൈംസ് വരും. ബാക്കി എത്ര വരും? ഇതെത്ര? 88 into 14 2 എത്ര? 28 അല്ലേ? അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? നമുക്ക് ചെയ്ത് നോക്കാം. 88 into 28 ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടോട്ട് മൾട്ടിപ്ലൈ അല്ലേ? 88 into 28 ചെയ്യുമ്പോൾ എത്ര വരും? 8 64 16 64 16 എത്ര വരും? 80 വരത്തില്ലേ? 80 ചെയ്യുമ്പോൾ എത്ര വരും? 4 6 14 ശിഷ്ടം 2464 വരും അല്ലേ? എത്ര വന്നു? 2464 വന്നു. നമുക്ക് വേണ്ട ഇവർ നമ്മൾ ഡിഫറൻസ് അല്ലേ? സോ നമുക്ക് വേണ്ട ആൻസർ കണ്ടുപിടിച്ചാൽ പോരെ? ഇതൊന്ന് ഞാൻ മായ്ക്കുവാണേ, ഇറേസ് ചെയ്യുവാണേ. ഓക്കെ, എന്താണ് മായാത്തത്? എന്താണ് ഇറേസ് ആവാത്തത്? ക്ലിയർ ആവാത്തത് എന്താ? ഓക്കെ, നമുക്ക് വേണ്ട ആൻസർ എന്താ? നമുക്ക് വേണ്ടത് ഇവരുടെ ഡിഫറൻസ് അല്ലേ വേണ്ടത്? സോ ആ ഒരു ഡിഫറൻസ് എടുത്താൽ പോരെ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? നമുക്ക് വേണ്ട ആൻസർ. therefore ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2464 മൈനസ് 2156 എത്ര ആയിരിക്കും വാല്യൂ? 8 വരണം. ഇവിടെ 5 വരും, 0 വരും. ബാക്കി എത്ര? 4 3 എത്ര വരും? 308 അല്ലേ ആൻസർ? ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ. അപ്പൊ ഏതായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ നമ്മൾ 14 സ്ക്വയർ വരെ 14 ഇട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ വരരുത്. ഓക്കെ, 14 സ്ക്വയർ ഇട്ട് തന്നെ ചെയ്യുക. അപ്പൊ നമ്മൾ അങ്ങനത്തെ മിസ്റ്റേക്ക് വരാതെ നോക്കാം. മാക്സിമം ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചു. നല്ല ഒരുപാട് കൺസെപ്റ്റ് പറഞ്ഞു തന്നു.
അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ റിവിഷൻ ചെയ്യുക. ഈ ഇക്വേഷൻസ് പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യുക. എങ്കിൽ കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് വീണ്ടും വീണ്ടും എടുത്ത് നോക്കണ്ടേ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ ചെയ്ത് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോകരുത്. ഒരുപാട് എന്താ പറയുന്നത് 3D ഫിഗേഴ്സിന്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത്യാവശ്യം നല്ലൊരു ക്ലാസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതിയിട്ട് വരും. ഒരു ടെൻഷനും വേണ്ട, ഒരു സ്ട്രെസ്സും വേണ്ട. നമ്മൾ എന്ന് തൊട്ട് തുടങ്ങിയതാ, SBI ക്ലർക്ക് പ്രിലിംസ് എഴുതിയല്ലേ. അപ്പൊ അതേ പാറ്റേൺ അല്ലേ. അപ്പം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ എഴുതിയിട്ട് വരിക, നല്ല ഹാപ്പി ആയിട്ട് പോയിട്ട് എക്സാം എഴുതുക, നല്ലപോലെ റെസ്റ്റ് എടുക്കുക. ഇന്ന് നല്ല നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ, എന്നിട്ട് നല്ലപോലെ എഴുതിയിട്ട് വരും. ഓക്കെ ആണല്ലോ. അപ്പം നല്ലപോലെ നമുക്ക് ഇനി വീണ്ടും മെയിൻസ് ക്ലാസ്സിന് കാണാം. SBI ക്ലർക്ക് മെയിൻസിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ IBPS ക്ലർക്ക് മെയിൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി RRB ക്ലർക്ക് ആൻഡ് RRB PO വരുമല്ലേ. അപ്പൊ നല്ല അടിപൊളി ക്ലാസ് അതിന് കാണും. അപ്പൊ നല്ലപോലെ എക്സാം എഴുതുക. ഓക്കെ ആണല്ലോ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.